ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് വൈകുന്നേരം പണിയുള്ളൊരു ദിവസേന്ന് കേട്ടോ. എന്താ പറയുക, ചില ദിവസം അങ്ങനെയാണ്. ഇന്നിപ്പോൾ ആരെ കണി ഉണ്ടാവുമോ, കണി കണ്ടതാവോ എന്നൊക്കെ പറയില്ലേ. ഇന്നിപ്പോൾ ആരും കണി കണ്ടിട്ടില്ല, പെരയിലുള്ളവർ തന്നെ കണ്ടിട്ടുള്ളൂ. പെരയിലുള്ളവരെ കണ്ടാൽ കണിന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് കുഞ്ഞാണിയാക്ക് അറിഞ്ഞു നമുക്കിന്ന് ഇറച്ചിയും പൂളിയും കിഴങ്ങും തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് റബിയുൽ അവ്വലിനൊക്കെ ഒരു ചാറ് കിട്ടൂലേ, അങ്ങനെയുള്ള കറി ഉണ്ടാക്കുക, തേങ്ങാച്ചോറും വെക്കാന്ന് പറഞ്ഞു നിന്നോട്. അപ്പോൾ കുഞ്ഞാണിയാക്ക് എന്ത് ചെയ്യുന്നു, 1/2 കിലോ ഇറച്ചി കൊണ്ടുവന്നിട്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ മുറിച്ചെടുക്കുകയാണ്. നമ്മളെ ആ ഒരു ചാറ് എന്ന് പറഞ്ഞാൽ തേങ്ങാച്ചോർക്കും അല്ലാത്ത ചോർക്കും ഒക്കെ പറ്റുമല്ലോ. അത് രസമാണല്ലോ. പള്ളിക്കത്തെ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയാൽ ആ പള്ളിക്കത്തെ ആ ചാറിൻ്റെ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇറച്ചി ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്, 1 കിലോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് 1/2 കിലോ എടുത്ത് വെക്കാൻ വിചാരിച്ചേ. 1/2 കിലോ ഉണ്ടോയെന്നൊന്നും അറിയില്ല, അതിൻ്റെ പകുതി തന്നെ അങ്ങോട്ടില്ല. ചാറ് കറി വെക്കുമ്പോൾ കുറച്ച് മതിയല്ലോ, ബീഫിൻ്റെ ഒരു ചുഴക്ക് മതിയല്ലോ, പിന്നെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇടാലോ വിചാരിച്ചിട്ട് നല്ല രസത്തിൽ തന്നെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ മഴ ആയതുകൊണ്ട് വെട്ടാനും പോയിട്ടില്ല കേട്ടോ. മഴ ഇങ്ങനെ തോരാതെ പെയ്യുമ്പോൾ വെട്ടാനും പോകാൻ കഴിയില്ല. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ ഞാൻ എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് 2 ആക്കാണോ അത്രയും ഉണ്ടാക്കുന്നത്? അപ്പോൾ ഞങ്ങൾക്ക് 2 ആക്കൊന്നുമല്ല, ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മയും ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അതുപോലെ എൻ്റെ അനിയത്തിയും 2 കുട്ടികളും ഒരു ഫാമിലി അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ എത്ര ഉണ്ടാക്കിയാലും അതൊന്നും ബാക്കി വരില്ല. അപ്പോൾ ഓൽക്കൊക്കെ കൊടുക്കുമല്ലോ എന്നൊക്കെ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് തോന്നുണ്ടാക്കുന്നത്. എനിക്കാണെങ്കിൽ ഞങ്ങൾക്ക് മാത്രം ഉണ്ടാക്കി തിന്ന് അതെനിക്കിഷ്ടമല്ല. ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കും ഓൽക്കും കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി കറി ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഇങ്ങോട്ട് പോരിട്ടോ. അപ്പോൾ ഞാൻ ബീഫ് നല്ലോണം കഴുകിയിരിക്കുന്നു. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടുങ്ങാണ്ട് ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് ബീഫ് ഞാൻ അതിൽ നല്ലോണം ഒന്ന് കുഴച്ച് ആദ്യം അതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കണ ഈ ടൈമിൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെ അഭിപ്രായവും നിർദ്ദേശവും എല്ലാം കമൻറ്റിൽ നിങ്ങൾ അറിയിക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ട് ചക്ക ഇടാൻ പോകണം. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുമ്പോൾ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ചക്ക തരുമോ, ഞങ്ങൾക്ക് ഇവിടെ ചക്ക അല്ല, ചക്കക്ക് കൊതിയാണ്. അപ്പോൾ ആരാണിത് ചോദിക്കണമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരി, പൊട്ടിക്കല്ലിക്ക് ഇൻ്റെ അടുത്തേക്ക് വരി. ഞാൻ നിങ്ങൾക്ക് ചക്ക എന്തായാലും നമുക്ക് ലാവൊന്നുമില്ല. നമ്മൾ ആ ചക്ക ഇടുന്നതൊക്കെ ആരാൻ്റെ തൊടുന്നാണ്. ആരാൻ്റെ തൊടുന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ടവർ, നമുക്ക് വേണ്ടപ്പെട്ടവരാണ് നമ്മളടുത്തുള്ളത്. അപ്പോൾ ഓരോ തൊടുന്ന് ഇടുമ്പോൾ നമുക്ക് നമ്മളെ മാതിരി തന്നെയാണ്. ഇപ്പം ഞാൻ പറയണേ, എനിക്ക് പോലും കൊടുക്കണം എന്ന് പറഞ്ഞാണ്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തരാനൊക്കെ എനിക്ക് കിട്ടും. അപ്പോൾ ആവശ്യമുള്ളവർ ഇങ്ങോട്ട് എന്നെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ട് വന്നോളൂ, ഞാൻ നിങ്ങൾക്ക് സംഘടിപ്പിച്ച് തരും കേട്ടോ ചക്ക. അപ്പോൾ ഞാൻ ആ ഇറച്ചി അങ്ങനെ കുഴച്ച് മസാലയിൽ കുഴച്ചിട്ട് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കഷ്ണം നുറുക്കിയെടുക്കുക, അടുപ്പത്ത് വെച്ചങ്ങാണ്ട് തന്നെയാണ് വേവിക്കണം. അപ്പോൾ ഞാൻ ഈ ഇറച്ചി ഇപ്പോൾ എന്താണെന്നറിയോ, ഒരു 2-3 വിസിലിൽ കുക്കറിൽ വേവിച്ചാലെന്നാൽ പിന്നെ വെന്തിറച്ചി ഇതിൽ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ വേഗം പണി ഒരുങ്ങും. നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇന്ന് ചക്ക ഇടാൻ പോയിട്ട് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കി അങ്ങനെ ഇന്നത്തെ ദിവസം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് വോയിസ് ഓവർ പിന്നെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പീടിയിൽ നിന്ന് വാങ്ങിയ കിഴങ്ങാണ്, ഒരു കിഴങ്ങ് കേടന്ന് പോയി എടുക്കാനായിട്ട് ഒരു കിഴങ്ങ് കിട്ടിയിട്ടോ. അപ്പോൾ കിഴങ്ങും കുമ്പളങ്ങയും തക്കാളിയും പൂളയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കണത്. അപ്പോൾ ഇങ്ങനെ ഒരു കറി മഴക്കാലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തിന്നാവാണല്ലേ, നല്ല രസക്കാരല്ല. അപ്പോൾ ഈ ഉണ്ടാക്കും പോലെ ഒന്നും കഴിക്കൂല, കുറച്ചേ കഴിക്കുള്ളൂ. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു കൊതി വന്നാൽ അപ്പം അത് ഉണ്ടാക്കണം എന്നാണ് കേട്ടോ. അത് കിട്ടാനുള്ളൊരു നിവൃത്തി ഉണ്ടായിട്ടാണ്. പിന്നെ ഇപ്പം എന്താ പഠിച്ചവനെത്തിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ നമ്മളെല്ലാ ആഗ്രഹമൊന്നും സാധിക്കൂലല്ലേ. എല്ലാ ആഗ്രഹവും സാധിച്ചാൽ പിന്നെ എന്താ ഈ ജീവിതത്തിലൊക്കെ ഒരു അർത്ഥമുള്ളതല്ലേ, പിന്നെ അള്ളാനെ മറക്കൂലേ. ഒന്നുമില്ലാഞ്ഞിട്ട് തന്നെ നമ്മളെ നാട്ടിലൊക്കെ ചില ആൾക്കാരെ കണ്ണും കെട്ടി മിഴിയൂല. എന്തിനാണ് നമ്മളൊക്കെ അങ്ങനെ അഹങ്കരിക്കണത്? നമ്മളെ മേപ്പെട്ട് പോയ ശ്വാസം കീപ്പെട്ട് വന്നിട്ടില്ലെങ്കിൽ കഴിഞ്ഞില്ലേ നമ്മളെല്ലാവരും അവസ്ഥ. അത് ആലോചിച്ചിട്ട് വേണം നമ്മളെല്ലാവരും ജീവിക്കാൻ. പക്ഷെ ആ ഒരു വിചാരമില്ലല്ലോ. ഒരസുഖം വന്നൊന്ന് കുഴഞ്ഞു പോയാലാണ് പഠിച്ചോനെ ഞാൻ എന്തിനാണ് ഇങ്ങനെ നടന്നിരുന്നത്, ഞാൻ എന്തിനാണ് ഇങ്ങനെ പോര് കാട്ടി നടന്നിരുന്നത്. ഒന്ന് ചിരിച്ചൂടെ? ചിരി എന്ന് പറയുന്നത് എന്താണ്, എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി തരൂല്ലേ. ഒരാൾ നല്ലോണം നമ്മളോടാണ് ചിരിച്ചാൽ നമുക്ക് അങ്ങോട്ട് നല്ലോണം ചിരിക്കാൻ തോന്നില്ലേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പിടിച്ചിരിക്കാത്ത റിസ്ക് പിടിച്ച് ഇരിക്കുക, എന്താ ഇനി പറയാം.
ഇങ്ങനെ ഗൗരവത്തിൽ നിൽക്കാതെ എല്ലാവരോടും ചിരിച്ച് സന്തോഷം. അപ്പോൾ ഞാനിത് പറയുന്നത് എന്താണെന്നറിയാം, എനിക്ക് ഒരു അനുഭവം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി. നമ്മൾ ഈ മിണ്ടിങ്ങോണ്ടിരിക്കുന്ന ആൾക്കാർ പരസ്പരം കാണുമ്പോൾ കാണാത്ത പോലെ നിന്നപ്പോൾ അപ്പോൾ ആർക്കായാലും ഇടങ്ങേറുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ ഈ ഇറച്ചിച്ചാറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കരിയേപ്പിൻ്റെയും ഉലുവിൽ പൊട്ടിച്ചിട്ട് ഇഞ്ചിയും ചതച്ചതിട്ടിട്ട് നല്ലോണം അത് വഴറ്റി കൊടുക്കണം. ഇങ്ങനെയിട്ട് ഞാൻ കറി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റ് ആക്കാൻ കേട്ടോ. ഒരു 1/2 കിലോ ഇറച്ചി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കറി ഉണ്ടാക്കാം. അതിൽ പിന്നെ നമ്മളെ കപ്പ കിഴങ്ങ് കണ്ട സാധനങ്ങളൊക്കെ ഇട്ടാലേ ഇഷ്ടംപോലെ ചാറുണ്ടാവുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഇതിൽ ചേന വേണമെങ്കിൽ ഇടാം, പിന്നെ നേന്ത്രക്കായല്ലേ പച്ച അത് ഇടാം. അപ്പം ഞാൻ ഈ തക്കാളി ഉള്ളിയും കൂടി പച്ചമുളകും കൂടി ഇതിലൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പം നമ്മളെ ഇറച്ചി വിസിൽ വന്ന് പ്രഷറൊക്കെ പോകട്ടെ, അത് നമുക്ക് ബീഫ് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. ആ ബീഫിൻ്റെ ചാറ് എന്ന് പറഞ്ഞാൽ അതൊരു ചാറ് ഒരു അടിപൊളി തന്നെയാക്കാറല്ലേ. അപ്പോൾ ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ എൻ്റെ അനിയത്തിമാർക്കൊക്കെ ഇവിടുന്ന് വന്ന് കൂട്ടുമ്പോഴേ എല്ലാവരും പറയും നല്ല രസമാണ് കറി. എല്ലാവരും ഉണ്ടാക്കും കേട്ടോ, ഇങ്ങനെ ആരും ഉണ്ടാക്കായൊന്നുമില്ല. ഇപ്പം അതിനെന്താ നമുക്ക് പൈസ കൊടുത്താൽ കിട്ടാത്തത് അല്ലേ. സാധനങ്ങൾക്കൊക്കെ നല്ല വില കൂടിയിരിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു 500 രൂപക്കൊക്കെ പച്ചക്കറി വാങ്ങാൻ ചെന്നാൽ ഒന്നുമില്ല, പച്ചക്കറി ഒന്നും കിട്ടൂല. പച്ചമുളകിനൊക്കെ എന്താ വില. അപ്പം ഞാൻ മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ജീരപ്പൊടി ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി വേണമെന്നില്ല, ഇല്ലെങ്കിൽ ഒരു 3-4 മണി കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയുക, ഒരു മാങ്ങ ചമ്മന്തിയൊക്കെ അമ്മി മരക്കണുണ്ട്. അപ്പോൾ വീഡിയോ ലെങ്ത്ത് ആയതുകൊണ്ട് ഞാൻ അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അമ്മിമ്മ മാങ്ങ ചമ്മന്തി മുളകൊക്കെ ചുട്ടിട്ട് അരക്കണുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ ഞാൻ തമ്പനയിൽ വെച്ചിട്ടുണ്ടാകുക ആ ഫോട്ടോ. കാരണം എല്ലാ ഇതും കൂടി അങ്ങോട്ട് വീഡിയോ ഇടുമ്പത്തിന് നമ്മുടെ വീഡിയോ അങ്ങോട്ട് ലെങ്ത്താവും. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറ് കഴുകി പാർന്നു. ഇനി ഇതിലേക്ക് കഷ്ണങ്ങളൊക്കെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിൻ്റെ ഫ്ലേവർ വേണം, എന്നാലേ ഇറച്ചിച്ചാറൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് ഈ കഷ്ണങ്ങളൊക്കെ വേവിക്കുക. എന്നിട്ട് ഇതൊരു പകുതി ആയി കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ വെന്ത ഇറച്ചി ഉണ്ടല്ലോ, ഇറച്ചി പറഞ്ഞാൽ പകുതി മുക്കാൽ വേഗമായ ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ തിളച്ചിക്കണേ. അപ്പോൾ അത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി തിളപ്പിക്കുക. അപ്പോൾ അതൊന്ന് കുറുകും, കാരണം ഇത് നമ്മൾ പൂള ഇട്ടിക്കണേ, കിഴങ്ങ് ഇട്ടിക്കണം. അപ്പോൾ അതൊക്കെ പൊടിയുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ കുക്കറിലുള്ള ഇറച്ചി പകുതി വേഗമായിട്ടുള്ളൂ, ഇനി പകുതി കൂടി വേവാണ്ട്. അപ്പോൾ നമ്മൾ ഈ കഷ്ണത്തിൻ്റെ ഒപ്പം കടന്ന് വേകട്ടെ. അപ്പോൾ ഈ ചാറ് കൊടുക്കാൻ അതിൽ കണ്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ ബീഫിൻ്റെ നെയ്യും കാര്യങ്ങളും അതിൻ്റെ ഫ്ലേവറും ഒക്കെ ഇതിലേക്ക് ചാർക്കുണ്ട് ഒഴിച്ചാൽ ഈ ചാറിൽ കടന്നുകൊണ്ട് നമ്മളെ പച്ച കഷ്ണങ്ങളെ വെന്ത് കിട്ടുമ്പോഴേ അതിനൊരു പ്രത്യേക ടേസ്റ്റ്. കാരണം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കത്തി ഇങ്ങനെ ചാമ്പി കടന്ന് വെന്ത് കിട്ടണം, അപ്പോഴാണിത് ടേസ്റ്റ് ഉള്ള ഒരു കറിയാകുക. അപ്പോൾ കുഞ്ഞാണിയൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ചക്കടാൻ പോര്. അപ്പോൾ ആരൊക്കെ കുഞ്ഞാണിയാക്കാരോട് ചക്ക ചോദിച്ചിരിക്കണം. അപ്പോൾ കുഞ്ഞാണിയൊക്കെ അങ്ങയിലെ പെരിയിൽ പോയിങ്ങാണ്ട് ചോദിച്ചിരിക്കണ് അവിടുത്തെ ഏട്ടനോട്. ആ ഏട്ടൻ ഇവിടെ അല്ല, കുറച്ച് ദൂരെയാണ്. വിളിച്ച് ചോദിച്ചിരിക്കണം ഞങ്ങൾ ചക്ക ഇടട്ടെ എന്ന് ചോദിച്ചിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഇട്ടോളി, മൂത്ത ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടോളി എന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ ഞങ്ങളങ്ങനെ ബന്ധുക്കൾ ചോദിച്ചിട്ട് ഓർക്ക് കൊടുക്കാനാണ് പറഞ്ഞങ്ങാണ്ട്, ഓർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചക്കപ്പലാവുമ്മ കയറാൻ പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ഇറച്ചി ചാറൊക്കെ ഉണ്ടല്ലോ, എന്നാൽ ഒരു കുറച്ച് ചക്ക കൂട്ടാനും വെക്കാം എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ നമ്മളെ ഇറച്ചിച്ചാറ് കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇതിക്ക് തേങ്ങാച്ചോറാണ് വേണ്ടിയത്, പക്ഷെ ഞാൻ തേങ്ങാച്ചോറൊന്നും വെച്ചിട്ടില്ല. കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത് വേണമെങ്കിൽ ഒന്ന് ഒരുതി ഉടക്കുക, അല്ലാതെ ഒരുതി ഉടച്ചിട്ടില്ലെങ്കിലും പറ്റും. കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഇറച്ചിച്ചാറിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കറി വെച്ചിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ വെക്കാൻ തീരുമാനിച്ചിക്കണമെങ്കിൽ വെക്കുന്നുള്ളതിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു ഇഷ്ടേക്കാരം, ഒരു സന്തോഷേക്കാരം. അപ്പോൾ അതാ ചാറ് വാങ്ങി വെച്ചങ്ങാണ്ട് കുഞ്ഞാണിയാക്ക് അതാ പ്ലാവിൻ്റെ മുകളിൽ കയറി. ഇതിന് ഒരു 10-15 ചക്ക ഉണ്ട് കേട്ടോ. അതിലൊരു 5-6 ഇടുകായിരുന്നു കുഞ്ഞാണി. ആരൊക്കെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ചക്ക ചോദിച്ചിക്കണേ. അപ്പോൾ പിന്നെ ഓർക്ക് കൊടുക്കല്ലാതെ നമ്മൾ ഓർക്ക് കൊടുക്കും, എന്തെങ്കിലും കാട്ടിയിട്ട് നമ്മൾ സംഘടിപ്പിച്ച് കൊടുക്കും ചക്ക. അപ്പോൾ ഓരോ ചോടമ്മക്കാരോട് ചോദിച്ചങ്ങാണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഇടുന്നത് കേട്ടോ ചക്കയും. അപ്പോൾ കുഞ്ഞാണിയൊക്കെ കയറി ഓരോ ചക്കയും കയറുമ്പോൾ ഇങ്ങനെ ഇറക്കുകയാണ്. അല്ലെങ്കിൽ നിലത്തേക്ക് വീണങ്ങോട്ട് ചതഞ്ഞങ്ങാണ്ട് ചക്കയൊക്കെ കേട് വരൂലേ, അത് വിചാരിച്ചങ്ങാണ്ട് പിന്നെ കയറുമ്പോൾ ഇറക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ചോട്ടിൽ തന്നെ ഇഷ്ടംപോലെ ചക്ക ഉണ്ട്. മരത്തിൻ്റെ വരുമ്പോൾ കൂടെ അറിയ പോലെ കായ്ച്ചിൻ്റെ പ്ലാവേന്നൊക്കെ പറിച്ച്
ഒക്കെ കഴിഞ്ഞതാണ്. അപ്പം അങ്ങനെ കുറച്ച് ചക്ക ഇട്ട് കൂട്ടുകാർക്ക് കൊടുക്കാനൊക്കെ കിട്ടി. ഞാനോട് ആരൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ചക്ക വെച്ചു. അവിടുന്ന് വന്ന് വേഗം ചക്ക കൊത്തിപ്പറിച്ച് കൂട്ടാനും ഉണ്ടാക്കി. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. കാരണം വീഡിയോ ലെങ്ത് ആയാലും നിങ്ങൾക്ക് ബോറടിക്കും. എന്താ അപ്പം ചക്ക കൊത്തിപ്പറിച്ച് എടുക്കണ വീഡിയോ കുറേ നിങ്ങൾ കണ്ടതല്ലേ. അപ്പം നീ ചക്ക കൂട്ടാൻ വെച്ച് വെന്ത് കുക്കറിലാണ് ഞാൻ വേവിച്ചത് കേട്ടോ. ഞാൻ പറയല്ലോ ഇന്നത്തെ ദിവസം 12:30 ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. കരിവേപ്പിൻ്റെ ഉണക്കമുളകും കടുകൊക്കെ പൊട്ടിച്ച് കൂട്ടാനൊക്കെ ഒഴിക്കുക. പിന്നെ നമ്മളെ ഇറച്ചിച്ചാറ് പറന്ന് കഴിക്കുക, അല്ലാതെയും കഴിക്കുക. പിന്നെ എൻ്റെ അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക കൂട്ടാൻ. ഞാൻ എപ്പോൾ ചക്ക കൂട്ടാൻ വെച്ചാൽ എൻ്റെ അമ്മമ്മക്ക് കൊടുക്കും കേട്ടോ. അമ്മമ്മക്ക് അത്രയും ഇഷ്ടമാണ് ചക്ക വെച്ചത്. അമ്മമ്മക്ക് കഞ്ഞി ചോറൊന്നും നല്ല താല്പര്യം, ഇഷ്ടം ചക്കയും പൂള അതുപോലുള്ള സാധനങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഉമ്മമാക്കൊക്കെ കൊടുക്കാലോ, അങ്ങനെ ഒരു സമാധാനവും സന്തോഷമുണ്ട് നമ്മൾ എന്ത് വെച്ചുണ്ടാക്കുകയാണെങ്കിലും അല്ലേ. പ്രായമായ ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ കഴിക്കണിലേറെ ഒരു സന്തോഷക്കാരം നമുക്ക് ഉണ്ടാകുക. ഈ ഒരു ചക്ക എന്ന് പറഞ്ഞാൽ ചോന്ന ചോളയെന്ന് കേട്ടോ, ഇതിന് ഒരു മഞ്ഞ ചോളയെന്നേ. അതുകൊണ്ടാണ് ഈ ചക്കക്കൂട്ടാൻ ഇങ്ങനെ ഒരു കളറ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചക്കയും നല്ല പൊടി ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ചക്കയ്ക്ക് വെള്ളം ഇറങ്ങിയിട്ടില്ല. ഞാൻ കുഞ്ഞാണിയൊക്കെ പറയുകയും ചെയ്തു, പിന്നെ ഇതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടില്ലല്ലോ എന്താണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തോട്ടിൽ വെള്ളം വന്നപ്പോൾ ഓരോരുത്തർക്ക് ചക്ക വാണ്ടായിട്ട് തോട്ടിൽ കൂടെ വലിച്ചെറിഞ്ഞിട്ടാണ്. ഇന്നത് ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കൂടെ. നല്ല ചക്കയുണ്ട്. ഞാൻ നോക്കുമ്പോൾ നല്ല ഒരു വാണ്ടായിട്ട് ഒരു തോട്ടിക്കിട്ടതേക്കാരം ഒരു തോട്ടിൽ. അപ്പോൾ ഞാനത് കരയത്ത് കുത്തിച്ചു. കാരണം ആർക്കെങ്കിലുമൊക്കെ വേണ്ടി വരുമോ വിചാരിച്ച് കരയത്ത് കുത്തക്ക വിചാരിച്ച്. നല്ല ചക്ക, പച്ച ചക്ക കേട്ടോ. തോട്ടിൽ കൂടെ വെള്ളം വരുമ്പോൾ ചക്കയും തേങ്ങയൊക്കെ ഇതിലങ്ങനെ വരും. ഈ വാണ്ടതല്ല, ഇപ്പോൾ വാടിക്കണോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ആയിക്കൂടെ പോട്ടെ, ആരൊക്കെ ഈ പണി ചെയ്തതെന്ന് അറിയില്ല. അതാണ് പോട്ടെ, ആവശ്യമുള്ളവർ വേണമെങ്കിൽ താരത്തിന് പിടിച്ചോളൂ. അല്ല അപ്പം എന്താ കാട്ടണോ മനുഷ്യന്മാരിങ്ങനെ കാട്ടിയാൽ എന്താ ചെയ്യുക. അവിടെ തങ്ങിയത് നല്ല ചക്കയാണ്. കിട്ടാത്തവർക്ക് ഇപ്പോൾ ഇതൊരു പഞ്ചാവുമല്ലോ. ഇനി ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോട്ടെ. അപ്പോൾ ഞാനതങ്ങോട്ട് ഉരുട്ടി വിട്ട് തോട്ടിക്കൂടെ. അപ്പം നമ്മളെ ഇറച്ചിക്കുടുക്ക മൂറുകയാണ്. ഞാൻ ഇറച്ചിക്കാലം മൂറുകയാണ് കേട്ടോ. തോട്ടിൽ കൊണ്ടുവന്നാണ്ട് അതൊക്കെ ഒഴിവാക്കി വേറെ പാത്രത്തിൽ ഒഴിവാക്കി നമ്മളെ മൺകലത്തിൽ വെച്ചാൽ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. അടിപൊളി ടേസ്റ്റാവും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി. അതുപോലെ തന്നെ നമ്മളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാവുന്ന ഓപ്ഷനൊക്കെ അമർത്തുക. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.